അടുത്ത് വരല്ലേ. എൻ്റെ നാടായ തോട്ടപ്പള്ളി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ വീടിനോട് ചേർന്ന് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾക്കിടയിൽ പാമ്പുകൾ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വീടിനോട് ചേർന്ന് ഉള്ള മതിലിനോട് ചേർന്നുള്ള ചെടികളാണ്. മതിലിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടികൾ അവർ വെച്ചിരുന്നു. ആ ചെടികൾക്കിടയിൽ ഒരു അണലിയുടെ കുഞ്ഞ് കയറിയിരുന്നു. പക്ഷേ അവർ കണ്ട് അവർ ഞാൻ ചെല്ലുന്നത് വരെ അതിനെ നോക്കി നിന്നു. പക്ഷേ ഈ ചെടികൾക്കിടയിൽ ഈ അണലിക്കുഞ്ഞ് വളരെയേറെ ഒതുങ്ങിയ സ്ഥലത്ത് ഹൈഡായിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം ഞാൻ അതിനെ പരതിയതിന് ശേഷമാണ് എനിക്ക് എന്നെ തപ്പിയെടുക്കാൻ കഴിഞ്ഞത്. കുറച്ച് ചെടികളൊക്കെ പറിച്ചു മാറ്റേണ്ടി വന്നു. അതിനുശേഷമാണ് നമുക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അണലിക്കുഞ്ഞിൻ്റെ വേഗത. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളെ സാധാരണഗതിയിൽ കുപ്പിയിലും ബോട്ടിലുമൊക്കെ റെസ്ക്യൂ ചെയ്ത് വെക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള കേസുകൾ ഞങ്ങളുടെ വരാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോട്ടിലൊക്കെ ഇത്തരം ചെറിയ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അപകടകരമായ രീതിയിൽ കടിയേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ പൊതുജനം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. പാമ്പുകൾ രക്ഷപ്പെട്ടു പോയാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. സജി വരുന്നതനുസരിച്ച് ആൾ ഓടിക്കൊണ്ടിരിക്കുക.